നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യാം. അടുത്തൊരു അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 1728.013. നമുക്ക് എല്ലാവർക്കും അറിയാം ക്യൂബ് റൂട്ട് ഓഫ് 1728. നമ്മൾ ബേസിക് ന്യൂമറിക്കൽ പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാര്യമാണ്. 1728 എന്തിന്റെ ക്യൂബാണ്? 12ന്റെ ക്യൂബാണെന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ പഠിക്കുന്നത് ഇതുപോലെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ വേഗത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കും. നമുക്ക് അത്ര സമയത്തിൽ ആവശ്യമില്ലേ? 1728 എന്ന് പറഞ്ഞാൽ എന്താണ്? 12ന്റെ ക്യൂബാണ്. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 1728 എന്ത് കിട്ടും? 12 ആണെന്ന് കിട്ടും. പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഇസ് ഈക്വൽ ടു 256 മൈനസ് 100. അതങ്ങ് ചെയ്താൽ മതി. 256 100 കുറച്ച് എത്ര കിട്ടും? 156 കിട്ടും. സോ ഇത് ആൻസർ ആയി. 156 മൈനസ് 12. 156 മൈനസ് 12 എത്ര കിട്ടും? നമുക്കറിയാം 144 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ഇസിക്കൽ 144. എക്സിന് വാല്യൂ എത്രയായിരിക്കും? 12 ആയിരിക്കും ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ബേസിക് നമ്മുടെ ഒരു മെന്റൽ എബിലിറ്റി വെച്ച് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 74.95% ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇസിക്കൽ ടു 17.932. അതിന്റെ സ്ക്വയർ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണ രീതി ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ വെച്ചും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 74.9 എന്നുള്ളത് നമ്മൾ എന്താക്കി എടുത്തു? 75% ഓഫ് എന്തായി 75%? നമ്മൾ നേരത്തെ പറഞ്ഞു 3/4 എന്ത് 75%. അതോ ഒരു വാല്യൂ ആണ് എന്ത്? ഇത് 17.9 നമ്മൾ എന്തായിട്ട് എടുത്തു? 18 ആയിട്ട് എടുത്തു. 18ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 324. 18 സ്ക്വയർ ഒക്കെ നമുക്കറിയാം 324 ആണ്. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിന്റെ വാല്യൂ എത്രയാ? 324 × 4/3. ഇതൊക്കെ നിങ്ങൾ അല്ലാണ്ട് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ചെയ്താൽ മതി. ഏതോ ഒരു വാല്യൂന്റെ 75% ആണ് ഈ വാല്യൂ. ഏതോ ഒരു നമ്പറിന്റെ 75% ആണ് 324. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഈ എളുപ്പവഴി. പക്ഷെ നമ്മളൊക്കെ എക്സാമിന് നോക്കുമ്പോൾ ഇതിനകത്ത് ഏത് നമ്പറിന്റെ 75%, ഈ ഒരു നമ്പറിന്റെ ഏതിന്റെ 75% എടുത്താലായിരിക്കും ഒരു 18ന്റെ സ്ക്വയർ 324 കിട്ടുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ ഈ 324 നമ്മൾ ഈ 325 ആയിട്ട് വിചാരിച്ചാൽ പോലും ഏതോ ഒരു നമ്പറിനെ അതിന്റെ 25%, അതിന്റെ പകുതിയുടെ പകുതി കുറച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. ഇതിനകത്ത് ഏത് നമ്പറിന്റെ പകുതിയുടെ പകുതി കുറച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും നോക്കിയ പോരെ. വേറെ ഒന്നും ചെയ്യണ്ട. 420ന്റെ പകുതി എത്രയാ? 420ന്റെ പകുതി 420ന്റെ പകുതി 420ന്റെ പകുതി എത്രയാ? 210 കിട്ടും. 210ന്റെ പകുതിയോ 105 കിട്ടും. അതായത് 420 105 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ കിട്ടുമെന്ന് നോക്കും. അത് നമുക്ക് ഏത് നമ്പർ വന്നാൽ അതിന്റെ 1/3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പർ കിട്ടും നോക്കിയാലും മതി. വേഗത്തിൽ ആൻസർ കിട്ടും. ഇപ്പൊ ആൻസർ അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഡൗട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ ഇവിടെ നോക്കാം എങ്ങനെ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കിട്ടുന്നത് നോക്കാം. 1 × 3 3 വെട്ടി പോകും. പിന്നെ 24 ആണ്. ഓരോ തവണ ഇല്ല. പിന്നെ എത്ര? 8 × 3 24 ആണ്. ഇനി ഈ 108ന്റെ 4 എത്ര കിട്ടും? 432 എന്ന് കിട്ടും. എങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 432 ആയിരിക്കും. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 432 ആയിരിക്കും. ഈ രീതി ചെയ്താലും മതി. അതല്ലെങ്കിൽ നമ്മൾ ഈ 432ന്റെ എത്രയാണ് 75% ആണ് ഈ സാധനം നോക്കിയാലും മതി. ഓപ്ഷനിൽ എത്ര % ആണെന്ന് നോക്കിയാലും നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും എല്ലാം ഏകദേശം ഒരു രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടി. ഇനി വീണ്ടും നമുക്ക് POയുടെ പ്രിലിമിനറി എക്സാമിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലർക്കിന്റെ മെയിൻ എക്സാമിനും വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് സാധാരണ എക്സാം ചോദിക്കാറുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ എളുപ്പവഴി ചെയ്യാം, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലും കൂടി ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ഇതിനകത്ത് ഒരു നമ്പർ സീരീസ് എന്നല്ലേ പറയാൻ പറ്റും. കാരണം റോങ് നമ്പർ അല്ല, അതിനകത്ത് ഏതൊരു നമ്പർ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ആ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്പർ സീരീസ് ആണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മൾ നമ്പർ സീരീസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം എന്താണ് ഈ നമ്പർ സീരീസ്? നമുക്ക് അതിന് ബേസിക് ഒരു ഐഡിയ വേണം. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും ചിന്തിച്ച് വെച്ചേക്കുന്ന നമ്പർ സീരീസ് എന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് എടുത്ത് ചെയ്ത ആൻസർ കിട്ടും എന്നുള്ളൊരു പൊതു ധാരണയുണ്ട്. അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും, ഉറപ്പാണ്, ശരിയാണ്. പക്ഷേ എന്താണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ നോക്കിയാൽ പോലും ആൻസർ കിട്ടും. നമ്മൾ വെറുതെ ഡിഫറൻസ് എടുത്ത് സമയം കളയും. പിന്നെ ഈ സ്ക്വയർ പാറ്റേണോ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് എടുത്താൽ കറക്റ്റായിട്ടൊരു പാറ്റേണിലേക്ക് എത്തിക്കാനും പറ്റാതെ വരും. പക്ഷെ അത് വേറെ ലോജിക്ക് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിതിന്റെ ബേസിക് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. പൊതുവായിട്ട് ഈ പറയുന്ന നമ്പർ സീരീസ് പഠിപ്പിച്ചപ്പോഴും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. പൊതുവായിട്ട് 8 പാറ്റേൺ ആണെന്നുള്ളത്. മൊത്തത്തിൽ 8 പാറ്റേൺ ഉണ്ട് നമ്പർ സീരീസിനകത്ത്. അതൊക്കെ ഏതൊക്കെ പാറ്റേൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഓർപ്പെടുത്താം. അതായത് അഡീഷൻ പാറ്റേൺ ഉണ്ട്, സബ്ട്രാക്ഷൻ പാറ്റേൺ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ഉണ്ട്, ഡിവിഷൻ പാറ്റേൺ ഉണ്ട്. പിന്നെ വീണ്ടും ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ഉണ്ട്. ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ വീണ്ടും കൂടി വരും, ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ.
പിന്നെ വീണ്ടും അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനും അഡിഷനും കൂടി ചേർന്നിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ അത് കണക്ക് തന്നെ അഡിഷൻ സബ്ട്രാക്ഷൻ പാറ്റേൺ ഉണ്ട്. പിന്നെ സ്ക്വയർ പാറ്റേൺ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് സം പാറ്റേൺ ഉണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ പോലും, ഇങ്ങനത്തെ കുറച്ച് പാറ്റേണുകളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ ഈ ഡിഫറൻസ് എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്ന് കഴിഞ്ഞ് നിങ്ങൾ ഡിഫറൻസ് എടുക്കുന്ന മെത്തേഡ് കൊള്ളത്തിലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് വ്യൂ എപ്പോഴും എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കൊടുക്കുക. ഈ നമ്പറിലേക്ക് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ, ഈ പറഞ്ഞ പാറ്റേണുകളിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ആണെന്ന് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ പാറ്റേൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സെക്കൻഡിലേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അതിന് ഡിഫറൻസ് എടുക്കാൻ നോക്കാവൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് വലുതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വലുതായി പോകും, വലിയ നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡിഫറൻസ് എടുക്കാൻ നിൽക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ട്, അതിൽ മൾട്ടിപ്ലിക്കേഷനോ സ്ക്വയറോ ക്യൂബോ പാറ്റേൺ ആണ് എങ്കിൽ അത് എന്താകാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചേ ചെയ്യാവൂ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ആ രീതിയിലൊക്കെ ചെയ്താൽ വളരെ സിമ്പിളാണ് ഈ നമ്പർ സീരീസ്, അത്ര എളുപ്പമാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഒരു 12, 24, 72 1440 എന്നല്ലേ. നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായത് 12ന്റെ എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല. കാരണം ഈ തന്നിരിക്കുന്ന നമ്പർ എല്ലാം എന്താണ്, 12ന്റെ മൾട്ടിപ്പിൾ ആണ്. എങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ എന്താണ് 12 into 1 ആണ് അല്ലേ. 12 into 1 അല്ലേ ഫസ്റ്റ് വന്നേക്കുന്നത്. നമ്മൾ ഡിഫറൻസ് ഒന്നും എടുക്കുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കുക. ആദ്യം into 1 വന്നു, പിന്നെ ഇവിടെ എന്ത് വന്നു, into 2 വന്നു. 12 into 2 അല്ലേ 24. ഇനി വീണ്ടും 24 into എന്താണ് 72. ഉറപ്പായിട്ട് നമുക്കറിയാം 24, 48, 72. 24 into 3 ആണെന്ത് 72. എങ്കിൽ നെക്സ്റ്റ് നമ്പർ നമ്മൾ വിചാരിച്ച പാറ്റേൺ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, 72 into 4 ആയിരിക്കും. 72 into 4 എത്ര കിട്ടും, 2 into 4 8 കിട്ടും. 288 കിട്ടും. ഉറപ്പായിട്ട് നമ്മുടെ നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും, 288 ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആൻസർ എങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും, 288 into 5. 288 into 5 എന്ത് ചെയ്താൽ മതി, അതിന്റെ പകുതി എടുത്തിട്ട് 10 മൾട്ടിപ്പിൾ ചെയ്താൽ 288ന്റെ പകുതി എത്രയാ, 144 into 10, 1440. ഉറപ്പായിട്ട് നമ്മുടെ നെക്സ്റ്റ് നമ്പർ എത്രയാ, 1440 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പറോ എന്തായിരിക്കും, 288 ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഡിഫറൻസ് എടുത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഈ നമ്പർ കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പാറ്റേണിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ എന്ത് ആൻസർ. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ഈ നമ്പർ സീരീസിന്റെ കുറച്ച് അധികം ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 5-6 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 16, 17.8, 21.4, 28.6, 43. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, ലാസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. എങ്കിൽ എന്ത് പാറ്റേൺ ആയിരിക്കും ഇത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ ആൻസർ കിട്ടും. എങ്കിലും നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ പോയിന്റ് ഒക്കെ വന്ന് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് പോയിന്റ് വരുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ നമ്പറിനെയും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ രീതിയിൽ, ഇതിപ്പം ഒരു 16 തുടങ്ങി 43 അവസാനിച്ചു, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ഒന്നും അല്ലെന്ന് മനസ്സിലായി, എന്തോ ഡിഫറൻസ് പാറ്റേൺ ആണ്. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 160, 178, 214, 286, 430 എന്ന് പറഞ്ഞ് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറൻസ് എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അങ്ങനെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഈ ഡെസിമിൽ വന്നു കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഡിഫറൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാരണം അത്രയൊന്നും പാടില്ല. കാരണം 16, 17.8 ഒക്കെ എത്രയാണ് ഡിഫറൻസ് വരുന്നത് ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം ഇത് ഞാൻ പറഞ്ഞ വേറെ പാറ്റേൺ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് 16 തുടങ്ങി 43 അവസാനിക്കുന്നത്. വളരെ സിമ്പിൾ ഡിഫറൻസ് ഇതിന് ഇടയ്ക്ക് വരുന്നുള്ളൂ. അപ്പൊ അത് എന്താണ് ഡിഫറൻസ് നോക്കിയാൽ മതി. എങ്കിൽ ഇവിടെ എന്തായിരിക്കും, 16, 17.8 എത്രയായിരിക്കും, ഒരു 1.8. 16 + 1 17, പിന്നെ ഒരു 0.8, 17.8 വന്നു. ഇനി 17.8, 21.4. അത് 17.8 ഒരു 0.2 കൂട്ടിയാൽ 18 കിട്ടും. 18 + 3 ആണ് 21. 21 + 0.4. ഒരു 0.2 ഉണ്ടായിരുന്നു, 0.4 ഉണ്ടായിരുന്നു. അപ്പൊ എത്ര കിട്ടി, 3.6 എഴുതി. എങ്ങനെ നമ്മൾ ഡിഫറൻസ് എടുത്തേ, 17.8 ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു 0.2 ആഡ് ചെയ്തു. 0.2 ആഡ് ചെയ്തപ്പോൾ എന്തായി, 18 ആയി. ഈ 18ന്റെ കൂടെ ഞാനൊരു 3 ആഡ് ചെയ്താൽ, ഒരു 3 കൂടി ആഡ് ചെയ്തപ്പോൾ എന്തായി, 21 ആയി. ഇനി 21 വരെ പോരാ, ഇനി വീണ്ടും ഒരു 0.4 കൂടി ആഡ് ചെയ്യണം, എന്നാലേ 21.4 ആവും. അപ്പൊ എത്രയാ, 3.4 + 0.2 എത്രയാ, 3.6. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി തന്നെ. ഇതൊക്കെ മനസ്സിലാടിയ അല്ല, നിങ്ങൾ ഈ 21.4 - 17.8 എന്ന് പറഞ്ഞ സൈഡിൽ എഴുതിയിട്ട് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കരുത്. ഒക്കെ മനസ്സിൽ ചെയ്ത് തന്നെ പോകുക. കാരണം ഇവിടെയൊക്കെയാണ് നമ്മൾ സമയം ലാഭിക്കേണ്ടത്. കാരണം വേറെ പ്രോബ്ലം ഗ്രാഫൊക്കെ ചെയ്യുന്ന സമയം ഇവിടെയാണ് നമ്മൾ ലാഭിക്കേണ്ടത്, സിംപ്ലിഫിക്കേഷൻ അപ്രോച്ച് അല്ല. ഇത് നമ്മുടെ തനതായ രീതിയിൽ ചെയ്ത് എഴുതി വെച്ച് ഞാൻ 5 മിനിറ്റ് കൊണ്ട് 5 ക്വസ്റ്റ്യൻ ചെയ്ത് നിർവൃത്തി അടയരുത്. കാരണം അത്രയൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത നോക്കാം നമ്പർ 21.4ഉം 28.6. 21.4ന്റെ കൂടെ ഒരു 0.6 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 22 കിട്ടും. 22ന്റെ കൂടെ ഒരു 6 കൂട്ടിയാൽ 28 കിട്ടും. അപ്പൊ വീണ്ടും ഒരു 6 ആയി.
ഇനി അതിൻ്റെ കൂടെ ഒരു 0.6 കൂടെ കൂട്ടിയാലേ നമുക്ക് ആൻസർ ആവുള്ളൂ. അപ്പോൾ 6.6 + 6 എത്ര കിട്ടി? 7.2 കിട്ടി. അപ്പൊ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ ഡിഫറൻസ് എടുത്ത് ശീലിക്കാൻ. ഡെസിമൽ ആണെങ്കിൽ പോലും നമ്മളൊരു നമ്പറിലേക്ക് എത്തിക്കുക, എന്നിട്ട് നമ്പറിൽ നിന്ന് പിന്നെ കൂട്ടാം, അങ്ങനെ എളുപ്പമുണ്ടല്ലോ. അല്ലാതെ 24.4 അല്ലെങ്കിൽ 28.6 - 24 അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. 21.4ന്റെ കൂടെ ഒരു 0.6 ആഡ് ചെയ്തു, പിന്നെ ഒരു 6 ആഡ് ചെയ്തു, പിന്നെ 0.6. അപ്പൊ 0.6 + 0.6 1.2 + 6 അപ്പൊ 37.2. ഏത് രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് 7.2 കിട്ടും. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം എന്ത് കിട്ടി? ഒരു പാറ്റേൺ കിട്ടി. എന്തായിരുന്നു? ഒരു 1.8ന്റെ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ആണ്. കാരണം 1.8 × 2 3.6, 3.6 × 2 7.2. ഇതിൽ ഉറപ്പായിട്ട് നമുക്ക് ഇനി അടുത്ത കിട്ടേണ്ടതായിരിക്കും 14.4 ആയിരിക്കും ഇനി അടുത്ത് കിട്ടേണ്ടത്. അതിന് അതാണോ നോക്കാം ഇവിടെ കിട്ടുന്നത്. നോക്കിയേ, ഒരു 28.6 + 0.4 ചെയ്ത് 29 കിട്ടും. 29 + 14 അല്ലേ 43. കാരണം 29 + 1 ചെയ്താൽ 30 കിട്ടും. 30 + 13 43 കിട്ടും. അപ്പം 13 + 1 + 0.4 14.4. ഉറപ്പായിട്ട് നമ്മുടെ പാറ്റേൺ കറക്റ്റ് ആണ്. എങ്കിൽ ഇനി അടുത്ത കിട്ടേണ്ടതായിരിക്കും 28.8 ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതൊക്കെ നിങ്ങളൊരു ഓടിച്ചങ്ങ് പോവുക, എല്ലാം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ആദ്യത്തെ 2 3 കിട്ടിയാൽ നെക്സ്റ്റ് അടുത്ത് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിക്കുക. അപ്പൊ അടുത്ത് എന്തായിരിക്കും? 28.8 കൂടി ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. 43 + 28.8 നോക്കുന്നു. 8 + 3 11 കിട്ടി. 4 + 3 7 കിട്ടി. 71.8 ആയിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ എത്ര കിട്ടി? 71.8. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഏതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്, എന്താ ഈ ഇങ്ങനെ ഡിഫറൻസ് ഒന്നും എടുക്കാണ്ട് തന്നെ കിട്ടാൻ പറ്റുമെന്ന് നോക്കുക. അതങ്ങനെ പറ്റിയില്ലെങ്കിൽ മാത്രം, അത് ചെറിയ നമ്പർ ആണെങ്കിൽ, തുടക്കവും ഒടുക്കവും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് പാറ്റേൺ എടുത്താൽ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇതിന് ആൻസർ കിട്ടി 71.8. എങ്കിൽ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, എന്താണെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് 12 ആയിരുന്നു, നെക്സ്റ്റ് 7 ആയി, പിന്നെ 8 ആയി, പിന്നെ 13 ആയി, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ 68.5. എങ്കിൽ നമ്മളിത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ്? ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ആണെന്ന്. എന്താ ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ? ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ആ ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ വെച്ചാൽ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, അതിനെ പകുതിയാക്കും, × 1/2 ആക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് × 1 ആയിരിക്കും. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് 2 രീതി പോവാം, × ഹാഫ് അല്ലെങ്കിൽ × 0.5 × 1 × 2 × 4 × 8 അങ്ങനെ ഒരു പാറ്റേൺ പോകാം. അല്ലെങ്കിൽ × 0.5 × 1 × 1.5 × 2 × 2.5 അങ്ങനെ ഒരു പാറ്റേൺ പോകാം. ഈ 2 രീതി മാത്രമേ പാറ്റേൺ പോകുള്ളൂ. എന്നുവെച്ചാൽ 0.5 എന്നെ ഡബിൾ എടുത്ത് പോകുന്നു, പിന്നെ 1 പിന്നെ 2 4 8 അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ 0.5 × 1 × 1.5 × 2 × 2.5 അങ്ങനെ ഒരു പാറ്റേൺ. ഈ 2 രീതിയിൽ എങ്ങനെയായിരിക്കും ഇത് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ പറഞ്ഞു, ഇത് പകുതിയോളം വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യാവും, ഇത് മനസ്സിലാക്കി വെക്കാവും. എങ്കിൽ ഇത് ആ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 12 അല്ലേ? എങ്കിൽ 12ന്റെ പകുതി നമുക്കറിയാം എത്രയാണ്? 6 കിട്ടി. അപ്പൊ 6ന്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂടി കൂട്ടിയെങ്കിലേ 7 കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പാറ്റേൺ മനസ്സിലായി. എന്തായിരുന്നു? × 1/2 + 1 × 1/2 + 1. നമ്മുടെ പാറ്റേൺ അറിയാം. ആദ്യം × 1/2 ആണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? × 1 ആയിരിക്കും. എങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? 7 × 1. നമ്മുടെ പാറ്റേൺ എന്താ? എക്സ്ട്രാ +1 അല്ലേ? അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ +2 ആകാം, അല്ലെങ്കിൽ +1 തന്നെ ആകാം. ഇവിടെ 8 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു +1 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പക്കയായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലായി. എന്തായിരുന്നു? ഇതൊരു ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ആണ്, കൂടാതെ ഒരു അഡീഷൻ 1 കൂടി ഉണ്ട്. ഹാഫ് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ആണ്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തും കൂടി തന്നിട്ടുണ്ട്, ഒരു 1 കൂടി വരുന്നുണ്ട്. എങ്കിൽ നെക്സ്റ്റ് 1 എന്തായിരിക്കും? ഇവിടെ 8 ഇപ്പൊ നമുക്ക് 8 കിട്ടി. ഇനി 8 × 1.5 ചെയ്യാം. കാരണം എന്താ? അടുത്ത 13 അല്ലേ? 8 × 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 8ന്റെ കൂടെ 8ന്റെ പകുതി കൂടെ ആഡ് ചെയ്യുന്നു. 8 + 4 30 12 കിട്ടി. അതിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടും. എത്രയായിരുന്നു? 13 കിട്ടി. എങ്കിൽ നമ്മളിപ്പോ എത്രയായി? × ഹാഫ് മൾട്ടിപ്ലൈ ചെയ്തു, 1 മൾട്ടിപ്ലൈ ചെയ്തു, 1.5 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത എന്തായിരിക്കും ചെയ്യാനുള്ള? ഈ 13ന്റെ കൂടെ ഒരു 2 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ പാറ്റേൺ അങ്ങനെയല്ലേ പോലെ 0.5 1 1.5. ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എന്തായിരിക്കും? 2 ആയിരിക്കും. ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ നമ്മുടെ റിക്വയർഡ് ആൻസർ ആയി. കാരണം നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ട നമ്പറായി. നോക്കാം, 13 × 2 30 26 കിട്ടി, +1 ആൻസർ എത്ര കിട്ടും? 27 കിട്ടും. ഇതായിരിക്കും നമ്മുടെ മിസ്സിംഗ് നമ്പർ. ആൻസർ ഓപ്ഷൻ എത്ര ആയിരിക്കും? ഓപ്ഷൻ ബി 27. ഇനി നമുക്ക് എക്സാം ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പറും ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും? 27 × 2.5 + 1 ആയിരിക്കും നമ്മൾ ഉറപ്പായിട്ട് എന്ത്? 68.5 എന്നുള്ള നമ്പർ. അത് നിങ്ങൾ എക്സാമിന് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയെങ്കിൽ അത് നിങ്ങൾ ഉറപ്പാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇവിടെ വെച്ച് നിർത്തിക്കോണം. പിന്നെ നിങ്ങൾ കൺഫേം ചെയ്യാനൊന്നും നിൽക്കരുത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോക്കോണം. നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം. ശരി.